നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 333-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ഉണ്ണിമേനോനെ കുറിച്ചിട്ടാണ്. എല്ലാ എപ്പിസോഡുകളിലും ഓരോരുത്തരെ കാണുന്നതും പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും എല്ലാം 10-30 വർഷങ്ങൾക്ക് മുൻപാണ്. ഏറെക്കുറെ പേരും. കാരണം 30-32 വർഷക്കാലത്തോളം ഞാൻ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്തതും അതിനുശേഷം മടങ്ങി വന്നിപ്പോൾ എഴുത്തും കഥയും കവിതയും ഒക്കെ അങ്ങനെ നടക്കുമ്പോഴും ആ ഓർമ്മകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഏകദേശം 332 പേർ രാജ്യാന്തര പ്രശസ്തിയുള്ള കലാകാരന്മാരും എഴുത്തുകാരെയൊക്കെ കണ്ടതും അവരുമായിട്ട് സംവേദിച്ചതും ഒക്കെ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. 1998 ഞാൻ ഉണ്ണിമേനോനെ ആദ്യമായിട്ട് കാണുന്നത്. പ്രസാദ് സ്റ്റുഡിയോയിൽ, സാലിഗ്രാമത്തിലുള്ള പ്രസാദ് സ്റ്റുഡിയോയിൽ ഒരു റെക്കോർഡിങ്ങിൻ വേളയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും സംസാരിക്കുന്നതും. സിനിമാ മോഹവും സിനിമാ സങ്കല്പവും സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ള നിലവിളിയൊക്കെയായി നടക്കുന്നൊരു കാലം. ഇന്നും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അശ്രാന്ത പരിശ്രമം തന്നെ നടത്തുകയാണ്. ഒരു വീഴ്ചയിൽ അല്ലെങ്കിൽ പല വീഴ്ചകളിൽ നമ്മൾ വീഴുമ്പോഴും നമ്മൾ ഒന്നിനെക്കുറിച്ചും ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ അഹോരാത്രം നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ചിലപ്പം 10 വർഷം എടുത്തിരിക്കും, ചിലപ്പോൾ 20 വർഷമാവും, ചിലപ്പോൾ 30 വർഷമാവും, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പകുതി വെച്ച് നമ്മുടെ മോഹങ്ങളും മറ്റും വലിച്ചെറിഞ്ഞ് പുതപ്പിനുള്ളിൽ ചുരുളൂടി കിടക്കുക എന്നുള്ള ഒരു രീതിയല്ല എൻ്റെത്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, എത്താതിരിക്കുക. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ എത്തിയില്ല, നിങ്ങളുടെ തലയിലെ വര ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പലരുമുണ്ട്. ഈ ഓരോരോ എപ്പിസോഡുകൾ ചെയ്യുമ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ പോലും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, ഇത്രയും കഴിയും, ഇത്രയും പേരെ അറിയാം എന്നൊക്കെ നിങ്ങൾ വീമ്പ് പറയുമ്പോഴും നിങ്ങൾക്കൊരു സിനിമ സംവിധാനം ചെയ്യാനോ നല്ല രീതിയിൽ നിങ്ങളുടെ തിരുമോന്ത കാണാനുള്ള ഭാഗ്യമോ എനിക്കുണ്ടായിട്ടില്ലല്ലോ. ഞാൻ കാലത്തിലൂടെ കടന്നു പോകുന്നതിന് മുമ്പേ അത് വല്ലതും സംഭവിക്കുമോ, അതോ ഈ മോങ്ങലും ഈ തേങ്ങലും മാത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനെല്ലാം കൂടി കൊടുത്തൊരു മറുപടി ഒരു ചിരിയിലാണ്. കാരണം മറ്റൊന്നുമല്ല, എല്ലാവരും എല്ലാം ആയി തീരണം എന്ന് ചിന്തിച്ചാൽ ഒന്നുമാവില്ല. നമ്മൾ പരിശ്രമിക്കുക, അശ്രാന്തമായി നമ്മൾ പരിശ്രമിക്കുക. ആ പരിശ്രമം വിജയത്തിലെത്താതിരിക്കാം. പക്ഷെ നമ്മുടെ പരിശ്രമം സാക്ഷാത്കരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അവാച്യമായൊരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതിയാണ് ഇതിനെല്ലാം പിന്നിൽ. ഞാൻ കണ്ട ഓരോ വ്യക്തികളോടും എനിക്ക് സിനിമയിൽ ചാൻസ് തരണം, അല്ലെങ്കിൽ എൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണം, അങ്ങനെയൊന്നും ആരോടും അപേക്ഷിക്കാറും അഭ്യർത്ഥിക്കാറും ഒന്നുമില്ല. തുടക്കകാലത്ത് 1985 എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ അപ്പുവേട്ടനോട് എന്ന കവിതാ സമാഹാരം വിഭജിയ ബുക്സ് പുറത്തിറക്കുന്നത്. ആ കാലഘട്ടത്തിൽ പലരോടും നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങണം, വാങ്ങി വായിക്കണം, നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാലം ഒത്തിരി കടന്നു. ഇത് അഹങ്കാരമോ അല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടുമല്ല പറയുന്നത്. അങ്ങനെ പറയേണ്ട ഒരു കാലം. അത് കഴിഞ്ഞ് നമ്മൾ കൂടുതൽ പക്വതയിലേക്ക് എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ആരെ കണ്ടു, എങ്ങനെ കണ്ടു, ഏത് സമയത്ത് കണ്ടു എല്ലാം കുറിച്ച് വയ്ക്കപ്പെട്ടിട്ടില്ല എങ്കിലും ചിലവയെല്ലാം നമ്മുടെ ഓർമ്മയിൽ നമ്മൾ ഓർത്തെടുക്കും. അന്ന് പ്രസാദ് സ്റ്റുഡിയോയിലെ ഡയസിൽ ഇരിക്കുമ്പോൾ ശ്രീ ഉണ്ണിമേനോൻ അകത്ത് റെക്കോർഡിംഗ് തിയേറ്ററിനകത്ത് നിന്നും ഡയസിലേക്ക് ഉള്ളിൽ വരുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന റെക്കോർഡിസ്റ്റ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി. മലയാളിയാണ്, എഴുത്തുകാരനൊക്കെയാണ്, ഒരു സിനിമയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഗ്രഹമൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ നാട്ടുകാരനല്ലേ, സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിമേനോൻ ചിരി ചിരിച്ചു. നമസ്കാരം, പേര് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ശരവൺ മഹേശ്വറാണ്. നാട്ടിലെവിടെയാണ്? ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്താണ്. അങ്ങനെ ഞങ്ങൾ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ആ റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ കാര്യങ്ങളും
അതിനെപ്പറ്റിയിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് കരുതി. അപ്പോൾ സൗണ്ട് റെക്കോർഡിസ്റ്റ് ഇരുന്ന് ചിരിച്ചു. ഇന്നൊന്നുമല്ലെങ്കിലും അത് തമിഴിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നൊന്നുമല്ലെങ്കിലും നാളെ ഒരു വലിയ സംവിധായകനായിക്കൂടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിമോൻ ചിരിച്ചിട്ട് കസേരയിലിരുന്ന് എന്നോട് കൈനീട്ടി ഷേക്കാൻഡ് തന്നു. ചിത്രമൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെ കൂടെ പാട്ട് പാടാൻ വിളിക്കണേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ ആ മുഖത്തിൻ്റെ തെളിച്ചം, ആ വിനയം, ആ ഭാവം, അതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ണിമേനോട് ചോദിച്ചു, ഇപ്പോൾ ഏത് പാട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് 1-2 പാട്ടുകളുടെ ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. 10-11 മണി കഴിയും എല്ലാവരും വരുമ്പോൾ. കിട്ടിയാൽ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അന്ന് കുറച്ച് പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിരുന്നു. ചിദംബരനാഥ് സംഗീതം ചെയ്ത ആദ്യ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ഗായകൻ എന്നുള്ള നിലയിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ശിവകുമാരൻ തമ്പി സാറിൻ്റെ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം പാടുകയുണ്ടായി. മുന്നേറ്റം എന്ന ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പടത്തിലെ വളകിലുക്കം എന്നുള്ള പാട്ട്, ഓളങ്ങൾ എന്നുള്ള പാട്ട്, എത്രയോ പാട്ടുകൾ, അതുപോലെ ഭാരതിരാജയുടെയും AR റഹ്മാൻ്റെയൊക്കെ നിരവധി പാട്ടുകൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി എന്നത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ ഭാരതിരാജയുടെ ചിത്രത്തിലൂടെ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച ഗായകനുള്ള അവാർഡ് 2 തവണ നേടി. അപ്പോഴും ഇപ്പോഴും നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റേതായി നമ്മുടെ മനസ്സിൽ തെളിയാറുണ്ട്. എത്രയോ കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും കാണുന്നത്, അതും അപ്രതീക്ഷിതമായി. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അവിടെ നടക്കുന്നു എന്നൊന്നും അറിയില്ല. അങ്ങനെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ ചെല്ലുമ്പോൾ ശ്രീ ശങ്കരൻ നമ്പൂതിരിയുടെ കച്ചേരി കഴിഞ്ഞത് ഉടൻ ശ്രീ ഉണ്ണിമേനോൻ്റെ ഗാനമേളയാണ്. ഒരുപാട് വൈകി അവിടെ നിൽക്കേണ്ട അത്ര ജനസഞ്ചയമാണ് അവിടെ. 3 സ്റ്റേജുകളിൽ വിവിധ പ്രോഗ്രാമുകൾ കാണുന്നു. അപ്പോൾ മനസ്സിൽ പറഞ്ഞു, അന്ന് സാലിഗ്രാമത്തിലെ പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട ഉണ്ണിമേനോനിൽ നിന്നും ഇന്ന് എത്രയോ പാട്ടുകൾ പാടി വളരെ പ്രശസ്തിയിൽ നിൽക്കുന്ന ഉണ്ണിമേനോനെ ഒന്ന് നേരിൽ കാണാം, നേരിൽ കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സ്റ്റേജിനെ പിന്നാമ്പുറത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഗാനമേളയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു സ്നാപ്പ് എടുക്കണമല്ലോ ഉണ്ണിമേനോനെ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളൊരു സ്നാപ്പ് എടുത്തു. അദ്ദേഹം മനസ്സും ശരീരവും പാട്ട് പാടാനുള്ള ആ ഒരുക്കത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തോട് വളരെ കുശലം പറയുന്നതൊന്നും ശരിയല്ല എന്നൊരു തോന്നൽ. പ്രത്യേകിച്ച് മനസ്സിന് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ ഇത്രയും വലിയൊരു ഓഡിയൻസിനെ അപ്പിയർ ചെയ്യുമ്പോൾ. എങ്കിലും അദ്ദേഹത്തിന് 4-5 പാട്ടുകൾ കേട്ടിട്ട് പോകാം എന്ന് കരുതി അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ണിമേനോട് പറഞ്ഞു, എൻ്റെ പേര് ശരവൺ മഹേശ്വറാണ്, ഓർക്കുമല്ലോ. 10-35 വർഷത്തിന് മുമ്പേ പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ച് ആണ് ആദ്യമായിട്ട് ഞാൻ താങ്കളെ കാണുന്നത്. അതെയോ, ശരിയെങ്കിൽ പിന്നെ കാണാം എന്ന് പറഞ്ഞ് തൊഴുകയോടെ പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം നോക്കി നിന്നു. അത് കഴിഞ്ഞൊരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനമേള ആരംഭിക്കുകയുണ്ടായി. ഒരു 3-4 പാട്ടുകൾ അവിടെ നിന്ന് കേൾക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ്. എത്രയോ കാലം എത്രയോ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങി സംഗീതം കേൾക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല മനുഷ്യൻ, ഒരു നല്ല ഗായകൻ. ഓസ്കാർ അവാർഡ് നേടിയ AR റഹ്മാൻ്റെ പാട്ടുകൾ തന്നെ 25ഓളം ഗാനങ്ങൾ അദ്ദേഹം പാടിയിരിക്കുന്നു. നമ്മുടെ മലയാളത്തിലും
ഇഷ്ടം പോലെ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിരിക്കുന്നു. ഇന്നും ആ സ്വര ശുദ്ധിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ കാലത്തിൻ്റെ മാറ്റങ്ങൾ അത് എന്നിലും നിങ്ങളിലും എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒന്നാണല്ലോ. അതിന് പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ മനസ്സ് അന്നത്തേതിൽ നിന്നും ഇന്നത്തേതിലേക്ക് മാറിയപ്പോൾ അപക്വമായ ചിന്തയിൽ നിന്നും പക്വമായ ചിന്തയിലേക്ക് മാറിയില്ലേ ഉണ്ണിമേനോൻ എന്നെനിക്ക് തോന്നി. ഒരു 2 മിനിറ്റ് കഥ പറയാനൊന്നും ആ സമയം പറ്റില്ലല്ലോ. സ്റ്റേജിൽ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളെക്കുറിച്ചും അദ്ദേഹം പാടിയ പാട്ടുകളെക്കുറിച്ചുമെല്ലാം ഒരു ഇൻട്രഡക്ഷൻ നടക്കുമ്പോഴാണ് ഞാൻ സ്റ്റേജിന് പിന്നിൽ ചെന്ന് അദ്ദേഹവുമായി ഒരു സ്നാപ്പ് എടുക്കുന്നതും എൻ്റെ പേര് പറയുന്നതും. അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. കാരണം 100 ആയിരക്കണക്കിന് കലാകാരന്മാരെയും മറ്റും കാണുന്ന ഒരാൾ നമ്മളെ ഓർത്തിരിക്കാൻ പ്രത്യേകിച്ച് അനുഭവങ്ങൾ എന്തെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്കിലും ഫോട്ടോ എടുത്ത ശേഷം കൈകൊടുത്ത് ഇറങ്ങിപ്പോകാൻ സമയത്ത് ഞാൻ ഒന്ന് മാത്രം പറഞ്ഞു, ഉണ്ണിമേനോനെ നമ്മൾ 1998 പ്രസാദ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. അവിടെ വച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. ഓർത്തെടുക്കാൻ വഴിയില്ല. കാരണം വർഷം 10-35 കഴിഞ്ഞിരിക്കുന്നില്ലേ. ശരിയാണ്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ വിയർത്ത് കുളിച്ച് നിറയെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാൽ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം, നമുക്ക് കണ്ട് സംസാരിക്കാം എന്ന് വളരെ വിനയത്തോട് പറഞ്ഞ് ആ റൂമിൽ നിന്നും ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, കരിയോൺ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ എന്തായാലും കുറച്ച് പാട്ടുകൾ കേട്ടിട്ടേ പോകുള്ളൂ. അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്, എൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ടേ പോകാവുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അവിടെ വെച്ച് പറഞ്ഞതും ഇന്ന് ഇവിടെ വെച്ച് പറഞ്ഞതും ഒരു ഗായകൻ എന്ന നിലയിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു ഗായകൻ അന്നും ഇന്നും പ്രേക്ഷക മനസ്സിൽ എത്രയോ ഗാനങ്ങൾ ഇപ്പോഴും താളം ചവിട്ടുന്നു. ആ മനുഷ്യൻ്റെ വാക്കുകളിലും ഓർമ്മകളിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ ഏതും സംഭവിച്ചിട്ടില്ല. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഉണ്ണിമേനോന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടും ഇവിടെ ചുരുക്കട്ടെ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള വാക്കുകൾ. നന്ദി, നമസ്കാരം.